കമന്റ് ബോക്സ് തുറന്ന് ഞാൻ ചോദ്യങ്ങൾ മൊത്തം ബെല്ലെ പറ്റിയാണ്. ബെല്ല പ്രസവിച്ചു, എത്ര കുട്ടികളുണ്ട്, കുട്ടി എനിക്ക് തരുമോ? അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്ന് ബെല്ല പ്രസവിച്ചു. സത്യത്തിൽ ബെല്ലേനെ ഈ അവസ്ഥയിൽ കാണുന്ന സമയത്ത് ശരിക്കും കരച്ചിൽ വന്നോ. കുട്ടികളെയൊന്നും കാണിച്ചിരുന്നില്ല. സർപ്രൈസ് ആണ്. ഇന്നലെ രാത്രി മുഴുവൻ ബെല്ലയും ഞാനും ഉറങ്ങിയിട്ടേ ഇല്ല. രാത്രി 2 മണിക്ക് ബെഡിന്റെ അടിയിൽ നിന്ന് ഒരു കരച്ചിൽ. ലൈറ്റ് ഇട്ട് നോക്കിയപ്പോഴത്തേക്ക് ഒരാൾ വന്നിട്ടുണ്ട്. അങ്ങനെ 2 മണിക്ക് ഇരുന്ന് ഇരിപ്പാണ്. രാവിലെ 8:30ക്കാണ് പ്രസവം തീർന്നത്. രാവിലെ 8:30 വരെയാണെങ്കിൽ ഞാൻ ഉറങ്ങിയിട്ടുമില്ല. അത് കഴിഞ്ഞതിന് ശേഷം ഡ്യൂട്ടിക്ക് പോവുകയും ചെയ്തു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വേറൊരു ഫീലായിരുന്നു. ഫാമിലി ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ തന്നെ ഇതിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം കഴിഞ്ഞപ്പോഴത്തേക്കും ബെല്ല നമ്മളായിട്ട് ഭയങ്കര ബോണ്ടിങ് ആയി. ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു. 2 മണിക്ക് ഒരാളുടെ കരച്ചിൽ കേട്ടു. ഞാൻ വിചാരിച്ചത് ഇപ്പൊ തീരുന്നു. അതിനുശേഷം 8:30 വരെ കരച്ചിലായിരുന്നു. അപ്പൊ ബെല്ലക്ക് എത്ര കുട്ടികളുണ്ടായി, ഏത് കളറിലാണ് കുട്ടികളുള്ളത്, എല്ലാം സർപ്രൈസ് ആണ്. ബെല്ലയെ ഡെലിവറിക്ക് മുമ്പ് കണ്ടിട്ടുള്ള ആൾക്കാർ ഗസ് ചെയ്യാൻ പറ്റുമെങ്കിൽ കമന്റ് ബോക്സിൽ ഗസ് ചെയ്യും. എന്തായാലും ഇന്നലെ രാത്രി 2 മണി മുതൽ എന്റെ ഉറക്കത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. ബെല്ലിയും കുട്ടികളും ഇപ്പൊ ഇതേ റൂമിൽ തന്നെ ആയതുകൊണ്ട് എനിക്കിപ്പോ ഇനി ഉറങ്ങാൻ പറ്റുമോ എന്ന് അറിയില്ല. ബെല്ല അവിടെ നിന്ന് 2 മിനിറ്റ് മാറി നിൽക്കേണ്ട, കരച്ചിലാണ് പിള്ളേർ.